വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 44 വാക്യം. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിൽ എപ്പോഴും നീക്കമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഒരു ദിനത്തിൻ്റെ പ്രഭാതം കൂടെ കാണുമ്പോൾ കർത്താവിൽ ആശ്രയം വെപ്പാനും കർത്താവിൽ ശക്തിപ്പെടുവാനും നാഥൻ തരുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം മനുഷ്യജീവിതങ്ങളെ തൊട്ടുരുമുന്ന സാന്നിധ്യമാണ്. വാത്സല്യത്തോടെ അണയ്ക്കുന്ന സാന്നിധ്യമാണ്. ചേർത്ത് കൊള്ളുന്ന സാന്നിധ്യമാണ്. നന്മ കൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ ധന്യമാക്കുന്ന ദൈവിക സംസർഗത്തിനായി ആഹ്വാനം ചെയ്യുന്ന സാന്നിധ്യമാണ്. അപ്രകാരം കർത്താവിൻ്റെ കൃപ ദൈവമക്കളുടെ മേൽ ദൈവ സാന്നിധ്യത്തിനായി ക്ഷണിക്കപ്പെടുകയാണ്. തിരിച്ചറിയുകയും കേൾക്കുകയും ജീവിത യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്ന ജീവിതങ്ങൾ രക്ഷ പ്രാപിക്കും എന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൽ ശക്തിപ്പെടുവാനും കർത്താവിൽ ബലപ്പെടുവാനും കർത്താവിൻ്റെ സാന്നിധ്യം ജീവിത യാഥാർത്ഥ്യമാക്കുവാനും ദൈവാത്മാവ് നമ്മെ വാടി വിളിക്കുന്നു. ഈ വിളിയുടെ ശബ്ദം കേട്ട് കർത്താവിൽ ശക്തിപ്പെടുന്നതിന്, കർത്താവിൽ ബലപ്പെടുന്നതിന്, കർത്താവിൻ്റെ സാന്നിധ്യത്തെ ജീവിത യാഥാർത്ഥ്യമാക്കുന്നതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്നവരായിട്ട് ഞങ്ങളായിത്തീരുന്നതിന്, കർത്താവിൻ്റെ കൃപ ജീവിത യാഥാർത്ഥ്യമാകുന്നതിന്, ദൈവസന്നിധി വിനയപ്പെടുന്നതിന്, കർത്താവിൻ്റെ പാദപീഠങ്ങളിൽ വിനയപ്പെട്ട് ധന്യരാകുന്നതിന്, ജീവിതത്തെ ദൈവാത്മ പ്രേരിതമാക്കി തീർക്കേണ്ടുന്നതിന് അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങ് നനയാത്ത നാഴികയിൽ ഞങ്ങളെ സമീപസ്ഥനായി തീരും എന്ന് തിരിച്ചറിയുവാൻ, ദൈവാത്മാ പ്രേരിതരായിട്ട് തീരുവാൻ അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുവാനും ദൈവാത്മ പ്രേരിതരായിട്ട് നിലകൊള്ളുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ഒരു നന്മയ്ക്കും കുറവ് കൂടാതെ കാക്കണമേ. ഞങ്ങൾ വേദനയോടെ, ഭാരത്തോടെ, കണ്ണുനീരോടെ അങ്ങയുടെ അടുക്കൽ വരുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ശക്തിയായി, ഊർജമായി തീരുന്നതിന് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണമേ. ഒരു നന്മയ്ക്കും കുറവ് കൂടാതെ കാക്കണമേ. അങ്ങേ മുഖാമുഖമായി കാണുവാനും അങ്ങ് മാറോടണച്ച് ഞങ്ങളെ ശക്തീകരിപ്പാനും കൃപ ചെയ്യണമേ. കർത്താവ് തന്നെ ഞങ്ങൾക്ക് ബലമായിരിക്കണമേ. കർത്താവ് തന്നെ ഞങ്ങൾക്ക് രക്ഷകനായിരിക്കണമേ. കർത്താവ് ക്രൂശിൻ്റെ മറയ്ക്കുന്ന അനുഭവത്താൽ നിറയ്ക്കണമേ. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ദൈവകൃപയാൽ നിറയപ്പെടുവാൻ ഞങ്ങൾ ഒരുക്കണമേ. ഒരു നന്മയ്ക്കും കുറവ് കൂടാതെ കാത്ത് വഴി നടത്തണം. ക്രൂശിൻ്റെ മറവ് ഞങ്ങളെ മറയ്ക്കണം. നാഥനായി നടത്തിപ്പുകാരനായി കൂടെ ഉണ്ടാകണം. എല്ലാം അങ്ങയുടെ പരദാനമായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയിൽ ഇന്നും ബലപ്പെടട്ടെ. അങ്ങയിൽ നിന്നും ശക്തിപ്പെടട്ടെ. അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങയുടെ മാറോട് ചേർത്ത് ഞങ്ങളെ അണയ്ക്കണം. ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണം. രക്ഷ കൊണ്ട് സന്ദർശിക്കണം. രക്ഷകനായിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം നമുക്ക് തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.